എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കി വിശേഷമായിട്ട് പെടുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു ചന്ദ്രമതി ആധാരം പണയം വെച്ച് പൈസ എടുത്തെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് എല്ലാരും കൂടെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. അങ്ങനെ രവീന്ദ്രനും സച്ചി എല്ലാരും കൂടെ പോയി പലിശക്കാരന്റെ അടുത്ത് പോയി സൈൻ ചെയ്ത് കൊടുത്തിട്ട് വീട്ടിലേക്ക് തിരികെ വരുവാണ്. രവീന്ദ്രനാണ് എന്ത് ചെയ്യണമെന്ന് വല്ലാത്ത ദേഷ്യത്തില. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതിയാണ് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. ഇനിയിപ്പൊ എന്തായിരിക്കും പോലും ഇവരൊക്കെ പറയാൻ പോകുന്നത്, ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് ചന്ദ്രമതി നിൽക്കുന്നത്. പെട്ടെന്ന് രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി ചന്ദ്രൻ? ഒരു വാക്കെങ്കിലും നീ ചോദിച്ച നിന്റെ തോന്നിയാസം നിന്റെ തന്നിഷ്ടപ്രകാരമല്ല നീ ചെയ്തേന്ന് ചോദിക്കുക. എന്നാലും 1-2 രൂപയിൽ എടുത്തേക്കുന്നേ 15 ലക്ഷം രൂപ ആധാരം വെച്ച് 15 ലക്ഷം രൂപ നീ എന്തിനാ എടുത്തേന്ന് ചോദിക്കുക. ഇത് കേട്ട സച്ചി പറഞ്ഞു, അങ്ങനെ അങ്ങ് ചോദിക്കാച്ചാ എന്തിനാ എടുത്തേന്ന്? കണ്ടില്ലേ നിക്കുന്ന ഇപ്പ് കണ്ടില്ലേ എന്തൊരു കൂളായിട്ടാ നിക്കണേന്ന്. എന്നിട്ടോ എന്തേലും ചോദിച്ചു കഴിയുമ്പോഴോ അമ്മയ്ക്ക് വല്ല മറുപടി ഉണ്ടോന്ന് ചോദിക്കുക. ഈ സമയം ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ദൈവമേ, ഇപ്പൊ തന്നെ പെട്ടത് തന്നെ. ഇനി അമ്മ സത്യാവസ്ഥയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലർ തുടങ്ങാനാ പണം മേടിച്ചെന്നറിഞ്ഞ അതോടുകൂടി തീർന്നു. ആ ഒരു ടെൻഷനായിരുന്നു അവരുടെ മനസ്സിനറിയാം. ഈ സമയം ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ അമ്മേ. എനിക്കാണെങ്കിൽ റെസ്റ്റോറന്റ് തുടങ്ങണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കില് വെറുതെ എന്തിനാ ആധാരം പണയം വെക്കുന്നത്, അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ആധാരം പണയം വെക്കാനായിട്ട് സമ്മതിക്കായിരുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞതാ. പക്ഷേങ്കില് അമ്മ ഇങ്ങനെ ചതി ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രമതി നീ എന്തിനാ പണം എടുത്തേന്ന് ചോദിക്കുക. ഇത് കേട്ട സച്ചി പറഞ്ഞു, ഇങ്ങനെയൊന്നും പറഞ്ഞു ചോദിച്ചിട്ട് കാര്യമില്ല ചാ. കോടതി ചോദിക്കുന്ന പോലെ കോടതി വിസ്തരിക്കുന്ന പോലെ അങ്ങോട്ട് വിസ്തരിക്കണമെന്ന് പറയാ. പിന്നീട് സച്ചി എന്ത് ചെയ്യണം, അവിടെ കിടക്കുന്ന ചേറൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടു. എന്നിട്ട് ചേറങ്ങ് മടക്കി വെച്ചിട്ട് ചന്ദ്രമതി അവിടെ കയറി നിൽക്കാൻ പറയണം. അവസാനം ചന്ദ്രമതിക്ക് പോയി നിൽക്കേണ്ടി വന്നു. അങ്ങനെ പ്രതിക്കൂട്ട് നിൽക്കുന്ന പോലെ ചന്ദ്രമതി നിൽക്കുകയാണ്. പിന്നീട് രവീന്ദ്രനോട് സച്ചി പറഞ്ഞു, അച്ഛൻ്റെ കാര്യം ചെയ്യാം. അച്ഛൻ അങ്ങോട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചോ, അമ്മ നല്ല മണി പോലെ ഉത്തരങ്ങൾ അങ്ങ് തരുമെന്ന് പറയാം. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, പറ ചന്ദ്രമതി നീ എന്താ അത്രയും പൈസ വാങ്ങിയെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാന് കല്യാണത്തിന് കുറെ പൈസ ചെലവായി. കല്യാണത്തിനാ 15 ലക്ഷം രൂപ കല്യാണത്തിന് ചെലവായോ? നീ ഇത് ആരോടാ ചന്ദ്രമതി ഇവിടുത്തെ കള്ളത്തരങ്ങളൊക്കെ പറയണേ? നീ അവിടുത്തെ കള്ളത്തരങ്ങളല്ലേ പറയത്തുള്ളൂ. കള്ളത്തിന് മേലെ കള്ളം പറഞ്ഞു കൂട്ടുമല്ലേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ട. പെട്ടെന്ന് രേവതി പറഞ്ഞു, അതെങ്ങനെയാമ്മേ ഇത്രയും പണം ചെലവാകുന്നേ? കല്യാണ ക്ഷേത്രത്തിൽ വെച്ച് ചെറിയ തോതിൽ നടത്തിയത് 15 ലക്ഷം രൂപ അതിനു വേണ്ടിയിട്ടാ. ഈ സമയം രവീന്ദ്രൻ, ശരിയാ രേവതി പറഞ്ഞേ, അതിന് മാത്രം പൈസ ചെലവാകത്തില്ല. പിന്നെ ഡ്രസ്സ് സ്വർണ്ണം എടുത്തു, എന്നാലും അത്രയും പൈസ ചെലവാകത്തില്ല. ഈ 15 ലക്ഷം രൂപ അതിന്റെ കണക്ക് മനസ്സിലാവുന്നില്ല. നീ ആർക്കെങ്കിലും കൊണ്ടേ കൊടുത്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതി ഒന്നും മിണ്ടാതെ നിൽക്കുക. ചന്ദ്രമതി ഇടയ്ക്കിടയ്ക്ക് ശ്രുതിനെയൊക്കെ നോക്കുന്നുണ്ട്. സച്ചി പറഞ്ഞു, എന്നാലും കൊള്ളാം അച്ഛാ. എന്റെ ആ കാറിന്ന് വർക്ക്ഷോപ്പിൽ നടക്കാൻ വേണ്ടി ആധാരം അച്ഛൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ എന്തൊക്കെ നാടകങ്ങളായിരുന്നു അരങ്ങേറിയത്. ഇപ്പൊ മനസ്സിലായില്ലേ അവ ഇത്രയും വലിയ കള്ളിയാന്നുള്ള കാര്യം. എന്നിട്ട് യാതൊരു ഉളുപ്പില്ലാതെ നിൽക്കുന്ന കണ്ടില്ലേ? ഒരു വാക്കെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കാം അച്ഛനോട്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. എന്റെ വീടെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന നീയാ. ഇനിയിപ്പൊ എന്തെന്നെടുത്ത് പറയും? ഇതേ ഒരു കുറച്ചു ദിവസം കഴിയുമ്പത്തേനും തവണ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ വന്ന് വീട് ലേലത്തിനും കൊടുക്കും. അപ്പൊ അറിയാം പിന്നെ എങ്ങോട്ട് ഇറങ്ങി പോകുന്നുള്ള കാര്യം. സച്ചി പറഞ്ഞ് കൂടും കൊടുക്കൊക്കെ എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പൊ ഈ എന്റെ വീടും കാണില്ല, ആരുടെ വീടും കാണില്ല. രവീന്ദ്രൻ പറഞ്ഞു, അഹങ്കാരം കൊള്ളാം, പക്ഷെ ഇത്ര ഓവറായിട്ട് അഹങ്കാരം പാടില്ല. അത് ആർക്കാണെങ്കിലും ശരി. ഇപ്പൊ തന്നെ നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരു വാക്ക് എന്നോടെങ്കിലും ചോദിക്കായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് ആരുടെയെങ്കിലും ചോദിച്ചോ? നിനക്ക് സച്ചിയോട് ചോദിക്കായിരുന്നു. അവനല്ലേ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നേ. അതാണ് നീ ചോദിച്ചോന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാന് പെട്ടെന്നൊരാവശ്യം വന്നപ്പോ. എന്താ ചന്ദ്രമതി നിനക്ക് ഇത്ര പെട്ടെന്ന് അത്യാവശ്യം? എന്നോട് പറയാൻ പാടില്ലാത്ത എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത്? പൈസയുടെ കണക്ക് 1-2 രൂപയല്ല, ലക്ഷങ്ങളാണ്. അയാൾ തവണ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വീട് അങ്ങോട്ട് അയാള് ലേലത്തിൽ കൊടുക്കും. പിന്നെ എങ്ങോട്ട് ഇറങ്ങിപ്പോ നമ്മളെല്ലാരും കൂടെ വാടക വീട്ടിൽ പോയി കിടക്കേണ്ടി വരും. 10 ദിവസം കിടന്നു കഴിയുമ്പോ പറയാം. വാടകയ്ക്ക് പോയി കിടന്നാലോ ആര് വാടക കൊടുക്കേണ്ടി വരും? നീ കൊടുക്കുവോ? ഇല്ലല്ലോ. ഈ പറയുന്ന ശ്രുതി കൊടുക്കും. ആരും കൊടുക്കത്തില്ല. സച്ചി എന്നെ കൊടുക്കണ്ടെന്ന് ചോദിക്കാം. സച്ചി പറഞ്ഞു, ഞാൻ നല്ല കൊടുത്ത തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ രേവതിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകും. തന്നെ അങ്ങോട്ട് കൊടുക്കട്ടെ. ഇത്രയും വലിയ ചങ്കൂറ്റം കയ്യിലിരിപ്പിക്കുള്ളല്ലേ, തന്നെ അങ്ങോട്ട് ചെയ്യട്ടെ എന്ന് പറയാം. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, എന്താണെങ്കിലും കുഴപ്പമില്ല അമ്മയെ പൈസ എടുത്ത് എന്തിനാന്ന് പറ. 1-2 ലക്ഷം രൂപയിൽ 15 ലക്ഷം രൂപ എടുത്ത് അമ്മ എന്താ ചെയ്തേ അത് ഞങ്ങൾക്ക് അറിയണം. ഒരു കാര്യമില്ലാതെ അമ്മയെ പൈസ എടുക്കില്ലെന്നറിയാം. എന്ത് കാരണം കൊണ്ടാന്ന് അറിയണമെന്ന് പറയാം.
പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, നീ കാര്യം പറ ചന്ദ്രേ, നീ ഇങ്ങനെ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല, എപ്പോഴാണെങ്കിലും നീ പറയണമെന്ന് പറയാം. ഇത് കേട്ട സച്ചി പറഞ്ഞു, ഇതേ അച്ഛാ ചീറ്റിംഗ് കേസാ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുക്കാം പോലീസിൽ, അതോ ഇനി നടക്കുള്ളൂ പറയണം. കാരണം ആരും വീട്ടിൽ അറിയാതെ ആധാരം കൊണ്ട് പണയം വെച്ച് പൈസ മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈന്റ് ഞാൻ കൊടുക്കാന്ന് പറയണം. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അതൊന്നും വേണ്ട വേണ്ടാന്ന് പറയണം. ഓഹോ വേണ്ടല്ലേ, അപ്പൊ പേടിയുണ്ടല്ലേ എന്ന് ചോദിക്കുക. ഈ സമയം ചന്ദ്രമതി ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും പറയാന്ന് പറയണം. ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ സച്ചി പെട്ടെന്ന് ചോദിച്ചു, അപ്പൊ നിനക്ക് ഇതിനകത്ത് പങ്കുണ്ടോ? എനിക്ക് തോന്നുവച്ചാ ഇതേ ഈ ഫ്രോഡിന് വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തതെന്ന് തോന്നേ, അല്ലാതെ ഒരിക്കലും അമ്മ ഇങ്ങനെ പണി ചെയ്യത്തില്ല. ഇവന് എത്ര കിട്ടിയാലും മതിയാവത്തില്ല, പിന്നെയും പിന്നെ മേടിച്ചോണ്ടിരിക്കും. 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അവന്റെ 10 ദിവസം തികച്ച് ദൂർത്തടിക്കാനില്ല, അതുകൊണ്ട് അവന് വേണ്ടി കൊടുത്തായിരിക്കും എന്ന് പറയാം. ഈ സമയം ശ്രുതി എനിക്കൊന്നും തന്നിട്ടില്ല എന്ന് പറയാം. പിന്നെ കള്ളത്തരം പറയുന്നോടാ, നിനക്കല്ലാതെ വേറെ ആർക്കും അമ്മ ഇവിടെ പൈസ കൊടുക്കത്തില്ലെന്ന് പറയാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, അത് ഞാൻ പറയാം, കാര്യം എന്താന്ന് പറയാന്ന് പറയാം. അത് ശ്രുതിയാണെങ്കിലും കല്യാണത്തിന് മുമ്പ് ജോലി ഇല്ലാതെ പിടിക്കുക, അതുപോലെ തന്നെ ശ്രുതിയും ജോലി ഇല്ലാതിരിക്കുമല്ലായിരുന്നോ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ജോലിയില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കേണ്ടി വരും. ശ്രുതിയാണെങ്കിൽ ഓരോ വീടാന്തരമൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് ബ്യൂട്ടീഷ്യൻ സ്പായൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ അവൾക്ക് സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി കല്യാണത്തിന് മുമ്പ് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുവാണെങ്കിൽ നല്ല ലാഭത്തിൽ തന്നെ ഓടാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല എല്ലാ മാസവും ഒരു തുക അങ്ങോട്ട് അടച്ചാൽ മതിയല്ലോ, ആ കട അങ്ങോട്ട് വീട്ടിൽ തീർക്കാലോ. പിന്നെ ആധാരം കൊണ്ട് അയാളിൽ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ട് വെക്കാന്ന് ഞാൻ വിചാരിച്ചെന്ന് പറയാം. ഇത് കേട്ട രവിയെന്ന് പറഞ്ഞു, നീ ആ പൈസയുടെ കാര്യം ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറയാം. അത് പിന്നെ ശ്രുതിക്ക് ബ്യൂട്ടി പാർലർ നടത്താനായിട്ട് 10 ലക്ഷം രൂപ കൊടുത്തെന്ന് പറയാം. ഇത് കേട്ടതും എല്ലാരും ഒന്ന് ഞെട്ടിപ്പോയി. ശ്രുതിക്കോ? രേവതി പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് വന്നു. ഓഹോ, അപ്പൊ ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചിട്ടായിരുന്നില്ലേ എന്റെ അനിയൻ ഇവിടെ വന്നപ്പോ അവൻ കള്ളനാന്ന് പറഞ്ഞ അവന്റെ കർണത്തടിച്ചേ? നാണമില്ലേ ശ്രുതി നിനക്കെന്ന് ചോദിക്കുക. ശ്രുതിക്ക് വലുതും പറയാൻ പറ്റുമോ? കാരണം വീട്ടിലിരിക്കുന്ന ആധാരം എടുത്തുകൊണ്ട് പോയി ഇത്രയും പൈസ മേടിച്ചത്ര ഒന്നും എന്റെ അനിയൻ എന്തായാലും ചെയ്തിട്ടില്ല. എന്നിട്ടോ പറയുന്നിടത്ത് വലിയ മഹാത്മ്യം പറഞ്ഞിട്ട് വന്നല്ലോ, ഇപ്പം മനസ്സിലായില്ലേന്ന് ചോദിക്കുക. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്ന പറയണം. സച്ചി പറഞ്ഞു, ഒരക്ഷരം മിണ്ടി പോയേക്കല്ലേ, നാക്ക് കണ്ടില്ല എന്നിട്ട് അമ്മയ്ക്ക് ഇത്രയൊക്കെ വരുത്തി കൂട്ടി വെച്ചതും പോരാ, വീണ്ടും ദേഷ്യപ്പെടുന്നത് ചോദിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് മനസ്സിലായി ചന്ദ്രയല്ല, എന്നാലും നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായെന്ന് ചോദിക്കുക. ശ്രുതിയോട് ചോദിച്ചു, ഇതെന്താ ശ്രുതി ഞാൻ ഈ കേൾക്കണേ, നിനക്ക് ഞങ്ങളോടെങ്കിലും ഈ വീട്ടിലൊരു വാക്ക് പറയാൻ വരായിരുന്നോ? ഇവളീ പൈസ തന്ന് കഴിയുമ്പോ എവിടുന്ന എങ്ങനെയാന്നൊക്കെ നീ ചോദിച്ച് മനസ്സിലാക്കണ്ടായിരുന്നോ? അല്ലാതെ ഒന്നും അല്ലാതെ കല്യാണത്തിന് മുമ്പ് ഈ പൈസ മേടിച്ച് കൈ വെക്കുവാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ എനിക്കൊരു കൂടുതലൊന്നും പറയണ്ട. സച്ചു പറഞ്ഞു, ഇവർക്ക് എന്തിനാ 10 ലക്ഷം രൂപ? കോടീശന്റെ പുത്രിയല്ലേ, ചോദിച്ചിട്ടുണ്ട പൈസ കൊടുത്തില്ലെന്ന് ചോദിക്കുക. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, പൈസയൊക്കെ കിട്ടും, പിന്നെ എന്താ കുഴപ്പം? പിന്നെ എന്ത് പറ്റി? ആധാരം കൊണ്ട് പണയം വെച്ചങ്ങോട്ട് കൊടുത്തത് ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ അത്? ശ്രീകാന്ത് പറഞ്ഞു, എന്നാലും ഇച്ചിരി കടന്ന കൈയായി പോയിട്ടോ അമ്മേ. ആ പൈസ എനിക്കെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് റെസ്റ്റോറന്റ് തുടങ്ങാൻ പറ്റുമായിരുന്നു. ശ്രുതി വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അമ്മ പൈസ കൊടുത്തിരിക്കുന്നു. അമ്മ എന്ത് വിശ്വസിച്ചാ കൊടുത്തേ? ഒരു പക്ഷേ കല്യാണത്തിൽ നിന്ന് ശ്രുതി പിന്മാറിയായിരുന്നെങ്കിലോ? എന്ത് ചെയ്യാൻ പറ്റും? ഇത് കേട്ടപ്പോ ചന്ദ്രമതി വായിക്കാതെ നാക്കില്ല, ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, അവൻ ചോദിച്ചാനൊക്കെ മറുപടി പറയാ ചന്ദ്രേ, നിനക്കെന്താ ഒരു ഉത്തരം ഇല്ലെന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയാന്ന് പറയും. എന്തബദ്ധം? ഇതൊക്കെയാണ് അബദ്ധം, ഇത് ചെറിയ കാര്യമൊന്നുമല്ല, എത്ര വലിയ കാര്യമാണെന്ന് ചോദിക്കുക. ഈ സമയം സച്ചു പറഞ്ഞു, അതൊക്കെ പോട്ടേച്ചാ, എത്രയും പെട്ടെന്ന് പൈസ തരണമെന്ന് പറയാം. എന്നിട്ടാണ് ഈ വീട്ടിലേക്ക് സാധനങ്ങൾ പോലും മേടിക്കാതെ വീട്ടിലെ ആധാരം കൊണ്ട് പണയം വെച്ച് പൈസ എടുത്തിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ട് അതിനകത്തുനിന്ന് ഒരു 5 രൂപ പോലും ഈ വീട്ടിലേക്ക് സാധനം മേടിക്കാൻ പോലും തരുന്നില്ല. കൊള്ളാം, നല്ല ആൾക്കാര്, ശ്രുതിക്ക് പറ്റിയ പെണ്ണ് തന്നെ. 2 പേര് ഫ്രോഡാന്ന് ഇപ്പൊ മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ട് ശ്രുതി അങ്ങ് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, അതെ സജി സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയാം. എന്താ ഞാൻ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ? നിന്നെ കുറിച്ച് പറഞ്ഞത് ശരിയല്ലേ? ഒരു കാര്യം ചെയ്യാ, നീ ആ പൈസ ഇങ്ങോട്ട് താട്ടെ. നിനക്ക് വലിയ കോടീശന്റെ പുത്രല്ലേ, മലേഷ്യയിലല്ലേ അച്ഛനും. ആ പൈസ ഇങ്ങാട്ടെ. ഇപ്പൊ രേവതിക്കാണെങ്കിൽ ഒരു പൂക്കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ പുളിക്കോ? ഒരു ഇന്റർനാഷണൽ പൂക്കട തന്നെ തുടങ്ങാം. ശ്രീകാന്തിനാണെങ്കിൽ റെസ്റ്റോറന്റ് തുടങ്ങാം. പിന്നെന്താ കുഴപ്പം? എനിക്കാണെങ്കിൽ ആ വണ്ടി ഇറക്കിയിട്ട് നല്ല രീതിയിൽ ഓടിച്ചു പോവുകയും ചെയ്യാം. പിന്നെ ഒരു കുഴപ്പം സംഭവിക്കില്ല. നീ ഇത്ര വലിയ ആളാന്നല്ലേ പറഞ്ഞേ? ആ പൈസ ഇങ്ങോട്ട് എടുക്കാൻ പറയണം. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ശ്രുതി നിൽക്കണം. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, പൈസ തരൂന്ന് പറയണേ. എന്ന് 4 ദിവസത്തിനുള്ളിൽ പൈസ തരുമെന്ന് പറയാം. ഇത് കേട്ട് ശ്രുതി ഒന്ന് ഞെട്ടി. അമ്മേ, മോള് കൂടുതലായിട്ടൊന്നും പറയണ്ട, 4 ദിവസത്തിനുള്ളിൽ ആ പൈസ തന്നിരിക്കുമെന്ന് പറയാം. സച്ചി പറഞ്ഞ്, എവിടെ നിന്നെടുത്ത് തരും? അത് ശ്രുതി തന്നോളൂ എന്ന് പറയാം. ശ്രുതി പറഞ്ഞ, അമ്മേ മോളൊന്നും പറയണ്ട, എനിക്കറിയാം. മോള് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 15 ലക്ഷം രൂപയല്ല 50 ലക്ഷം രൂപ വേണമെങ്കിൽ നിൽക്കുന്ന ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാണ്. ഈ സമയം
സച്ചി പറഞ്ഞു എന്താ വല്ല നോട്ടടിക്കുന്ന വല്ല ഇതുണ്ടോ, വിഷയം വല്ലതുണ്ടോ, നോട്ടടിയാണോ പണിയുന്നേ? ചന്ദ്രമതി പറഞ്ഞു നീ അത്ര കളിയാക്കൊന്നും വേണ്ട. അതെ, ശ്രുതിയുടെ അച്ഛൻ ആരാന്നറിയാലോ, മലേഷ്യയില, നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒന്നും മനസ്സ് വെച്ചാൽ ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് തരാൻ പറ്റുന്നതുള്ളെന്ന് പറയണം. സച്ചി പറഞ്ഞു എന്നാ കുഴപ്പമില്ല, എങ്ങനെയാണ് ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് വേറൊരു കുഴപ്പമില്ലെന്ന് പറയാം. ഈ സമയം ശ്രുതി ആകെപ്പാട് ഉരുകി നിൽക്കുകയാണ്. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം സത്യാവസ്ഥയൊന്നും തുറന്നു പറയാനും പറ്റില്ലല്ലോ. ഈ സമയം സച്ചി പറഞ്ഞു അതെ, വാക്കാലെ പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രുതി പറഞ്ഞ എനിക്ക് വിശ്വാസമാ, പൈസ കിട്ടണമെന്ന് പറയാ. ചന്ദ്രമതി പറഞ്ഞു തരൂന്ന് പറഞ്ഞാൽ തരും, അതിനൊരു മാറ്റമല്ലെന്ന് പറയാം. ചന്ദ്രമതി മനസ്സിലുള്ള പ്രതീക്ഷ ശ്രുതിയുടെ മാമൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അവര് പൈസ അവരോട് പറയുവാണെങ്കിൽ ഇവളുടെ അച്ഛന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കുറച്ച് പൈസ തരും. അപ്പൊ അതുകൊണ്ടുകൂടി കാര്യങ്ങളൊക്കെ നീക്കുപോക്കാകും പെട്ടെന്ന് തന്നെ. ആ ഒരു വിചാരമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു അച്ഛനില്ല, ആ സാങ്കല്പിക കഥാപാത്രം മാത്രമെന്ന് ശ്രുതിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. ശ്രുതിക്കും അറിയാം, മീരയ്ക്കും അറിയാം. പിന്നീട് ശ്രുതി പറഞ്ഞു വേണ്ടമ്മ ഇങ്ങനെയൊന്നും പറയണ്ട, മോൾ എന്തിനാ ടെൻഷൻ അടിക്കണേ, ഉറപ്പായിട്ടും 4 ദിവസത്തിനുള്ളിൽ പണം കിട്ടുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശ്രുതിക്ക് വല്ലാത്ത ടെൻഷൻ. പെട്ടെന്ന് സച്ചു അങ്ങനെയാണെ കുഴപ്പമില്ല, 4 ദിവസത്തിനുള്ള പൈസ ആണെന്ന് പറഞ്ഞിട്ട് വാ രേവതി എന്ന് പറഞ്ഞ് രേവതിനെ കയ്യെ പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. ശ്രുതിക്ക് വല്ലാത്തൊരു വിമിഷ്ടമായി, എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ ശ്രുതി അങ്ങോട്ട് കയറി പോവാ. പിന്നീട് കാണിക്കുന്ന സച്ചിൻ രേവതിയും കൂടെ മുറിയിലേക്ക് വരുക. ഈ സമയത്ത് രേവതി പറഞ്ഞു അല്ല സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, പൂക്കട തുടങ്ങുന്നതിനെ കുറിച്ച്. എന്താ നീ ഇപ്പൊ അങ്ങനെ വെച്ചേ? അല്ല അവരുടെ മുമ്പിലൊക്കെ വെച്ച് പൂക്കട തുടങ്ങുന്ന കാര്യം പറഞ്ഞു, ഇന്റർനാഷണൽ പൂക്കടേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാം. എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുകയാണ് പൂക്കട തുടങ്ങുന്നത്. കുഴപ്പമൊന്നുമില്ല, അതിനൊക്കെ ഒത്തിരി പൈസ ആവത്തില്ലെന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, നമുക്ക് എന്തെങ്കിലും ലോൺ എന്തെങ്കിലും എടുക്കാം. വേണ്ട എന്റെ പൊന്നെ, ഇനി അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട, നമ്മൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി കടയൊക്കെ തുടങ്ങിയാൽ മതി, അതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയാ. അല്ലാതെ ആധാരം പണയം വെച്ചോ അങ്ങനെയുള്ള പൈസ ഒന്നും നമുക്ക് വേണ്ടാന്ന് പറയാ. ഈ സമയം സച്ചു പറഞ്ഞു നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. രേവതി പറഞ്ഞു എനിക്ക് നേരത്തെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, അനിയത്തിനെയും ഒക്കെ നല്ല നിലയിൽ എത്തിക്കണം, വലിയൊരു കടയൊക്കെ തുടങ്ങണം, പൂക്കടയൊക്കെ തുടങ്ങണം, അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റണം എന്ന്. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ നിന്ന് തിരിയാൻ പോലും സമയമില്ല. അപ്പൊ ഞാൻ എങ്ങനെ പൂക്കട പോയിരിക്കും, അന്ന് നടക്കുന്ന കാര്യമല്ലെന്ന് മനസ്സിലായി. ഈ സമയത്താണ് ചന്ദ്രമതി അവരുടെ മുറിയുടെ പുറത്തൂടെ അങ്ങോട്ട് വന്നേ. പെട്ടെന്ന് രേവതി സച്ചിയോട് പറയാണ് എന്നാലും 4 ദിവസത്തിനുള്ള അമ്മ പൈസ കൊടുക്കാന്നല്ലേ പറഞ്ഞേ, ഈ പൈസ അമ്മ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാന്ന് ചോദിക്കുക. സച്ചിയോട് ശരിയാ, അത് ശരിയായിട്ടുള്ള കാര്യമാണ്, പൈസ വേണമല്ലോ, പക്ഷെ എങ്കില് എവിടുന്ന് കൊടുക്കും? 1-2 ലക്ഷം രൂപയില്ല, 15 ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളതെന്ന് പറയാ. ഈ സമയം രേവതി എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാവോ, ഒരു പക്ഷേങ്കില് ശ്രുതിയുടെ അച്ഛനോട് ചോദിക്കുമായിരിക്കും, മലേഷ്യയിലെ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നല്ല പറഞ്ഞത്, അപ്പൊ ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ പൈസ കിട്ടുമായിരിക്കും എന്ന് പറയാം. സച്ചി പറഞ്ഞു അതും പറയാൻ പറ്റില്ല, ചിലപ്പോ അത് ശരിയായിരിക്കും എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ആ ബുദ്ധി ഉണ്ടാകുന്നേ. നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് മോളെ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കുക. എന്താമ്മേ? അല്ല മോളുടെ അച്ഛൻ മലേഷ്യയിലല്ലേ, ഇഷ്ടം പോലെ പൈസയൊക്കെ ഉള്ളതല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടോ ശ്രുതി ഒന്നും ഞെട്ടി, അമ്മ എന്താ പറയാൻ വരുന്നത് അറിയത്തില്ല. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു അതെ മോള് വിചാരിച്ചിട്ടുണ്ട് പൈസയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, മോളുടെ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണ. അതൊന്നും ശരിയാകത്തില്ല, അച്ഛനുമായിട്ട് ഞാൻ പിണക്കത്തില്ല ആന്റി എന്ന് പറയണ. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെയല്ലേ പിണക്കങ്ങളൊക്കെ മാറുന്നേ. കഴിഞ്ഞ ദിവസം മോളുടെ മാമൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കാര്യം ചെയ്യ, മോള് മാമനെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറ എന്ന് പറയാണ്. ഈ പൈസയൊക്കെ പുഷ്പം പോലെ ഉണ്ടാക്കി തരത്തില്ലേ? മോളുടെ മാമൻ അച്ഛനോട് പറയത്തില്ലെന്ന് ചോദിക്കേ. എനിക്ക് അവരൊന്നും ഇഷ്ടമില്ല ആന്റി, അവരൊന്നും ഫോൺ വിളിക്കുന്ന ഇഷ്ടമില്ല എന്ന് പറയണം, അതുകൊണ്ട് ഞാൻ അവരുടെ നമ്പറുമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പറയാം. അപ്പോൾ ഇങ്ങനെയൊന്നും പറയരുത്, ഈ സമയത്ത് ഈ കുടുംബത്തെ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ലേ, മോൾക്ക് വേണ്ടി ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ പൈസ ഉണ്ടാക്കി തന്നെ, അതുകൊണ്ട് പിണക്കമൊക്കെ മറന്ന് മോളുടെ അച്ഛനെ വിളിക്കാൻ പറയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ വല്ലാത്തൊരു അവസ്ഥയെ ശ്രുതി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.